എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ MG യൂണിവേഴ്സിറ്റി FYUGP ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷകൾ ഇന്ന് അവസാനിക്കും. അതായത് ജൂൺ 7-ാം തീയതി അവസാനിക്കുന്നതാണ്. ഇതുവരെ MG യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ cap.mgu.ac.in/UGCAP2025/ എന്നുള്ള ലിങ്ക് വഴി വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്ന് വൈകുന്നേരം, അതായത് ഇന്ന് രാത്രി വരെയായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ നേരത്തെ തന്നെ ഈ ഒരു അപേക്ഷ സമർപ്പിച്ചിട്ടില്ലെങ്കിൽ അപേക്ഷകൾ ഉടൻ തന്നെ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു MG യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് ജൂൺ 12-ാം തീയതിയാണ് പ്രസിദ്ധീകരിക്കുക. ആപ്ലിക്കേഷൻ എഡിറ്റിംഗ് ജൂൺ 12-ാം തീയതി മുതൽ ജൂൺ 13-ാം തീയതി വൈകുന്നേരം വരെ വിദ്യാർത്ഥികൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു എഡിറ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിദ്യാർത്ഥികളുടെ ആപ്ലിക്കേഷനിൽ എന്തൊക്കെ, അതായത് നിങ്ങളുടെ ഈ അപേക്ഷ കൊടുക്കുമ്പോൾ നൽകിയിട്ടുള്ള എല്ലാവിധ വിവരങ്ങളും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. അതുകൂടാതെ തന്നെ നിങ്ങളുടെ ഓപ്ഷൻസ് ഉൾപ്പെടെ, അതായത് ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാനും അതുപോലെ തന്നെ ആഡ് ചെയ്യാനുമുള്ള സൗകര്യവും വിദ്യാർത്ഥികൾക്ക് ഈ ഒരു എഡിറ്റിംഗ് സമയത്ത് ലഭ്യമാകുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രയൽ അലോട്ട്മെൻറ്റ്, അതായത് ഈ ഒരു ജൂലൈ അല്ല ജൂൺ 12-ാം തീയതി പ്രസിദ്ധീകരിക്കും. അത് ജൂൺ 12-ാം തീയതി പ്രസിദ്ധീകരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് എങ്ങനെയാണ് വിദ്യാർത്ഥികളുടെ അലോട്ട്മെൻറ്റ് പരിശോധിക്കുക എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധിക്കേണ്ടത് ഈ ഒരു രീതിയിലാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുക ജൂൺ 18-ാം തീയതിയും, അതുപോലെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ജൂൺ 24-ാം തീയതിയും, തേർഡ് അലോട്ട്മെൻറ്റ് ജൂൺ 28-ാം തീയതിയുമാണ് നടക്കുക. അപ്പോൾ വിദ്യാർത്ഥികളുടെ എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിക്കാം എന്നുള്ളത് നോക്കാം. ട്രയൽ അലോട്ട്മെൻറ്റ് എങ്ങനെയാണ് നിങ്ങൾ പരിശോധിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ MG യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇവിടെ 3 ലൈൻസ് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ഓപ്ഷൻ ഉണ്ട്, അതിൽ സ്റ്റുഡൻറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. സ്റ്റുഡൻറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് ആ ഒരു ലോഗിൻ ചെയ്യാനുള്ള പേജിലേക്ക് പോകാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിലവിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതായത് ലോഗിൻ ഹിയർ എന്ന് പറഞ്ഞുകൊണ്ട് ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾ എങ്ങനെയാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ ആ ഒരു 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. രജിസ്ട്രേഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. സ്റ്റുഡൻറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള പേജിലേക്ക് പോകുന്നതും നിങ്ങൾക്ക് സ്റ്റെപ്സ് കൊടുത്തിട്ടുണ്ട്. ആദ്യം അക്കൗണ്ട് ക്രിയേഷനാണ്, പിന്നീട് പേഴ്സണൽ ഡീറ്റെയിൽസ്, പിന്നീട് ഓപ്ഷൻ സെലക്ഷൻ, അതുപോലെ ഫീ പേയ്മെൻറ്റ്, അതുപോലെ അപ്ലോഡ് സർട്ടിഫിക്കറ്റ്സ്, അതുപോലെ ഫൈനൽ സബ്മിഷൻ എന്നിങ്ങനെയുള്ള 6 സ്റ്റെപ്പുകളാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു അപേക്ഷയിൽ യാതൊരുവിധ തെറ്റുകളും കൂടാതെ തന്നെ നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കാൻ ശ്രദ്ധിക്കാം. ഇനി നിങ്ങളുടെ അലോട്ട്മെൻറ്റ് റിസൾട്ട് എങ്ങനെ പരിശോധിക്കാമെന്ന് ചോദിച്ചാൽ ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സ്റ്റുഡൻറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ, അതായത് ഈ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൊടുക്കുക, ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് അവിടെ ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻ, യു ഹാവ് ഗോട്ട് ട്രയൽ അലോട്ട്മെൻറ്റ്, ഏത് കോളേജിൽ ഏത് കോഴ്സിൽ എത്രാമത്തെ ഓപ്ഷനിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് എന്നുള്ള ഡീറ്റെയിൽസ് കാണാൻ പറ്റും. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികളും കിട്ടാതിരിക്കുന്ന വിദ്യാർത്ഥികളും ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകളുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ നൽകിയിട്ടുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് റീഅറേഞ്ച് ചെയ്യണം, അതല്ലെങ്കിൽ പുതിയ ഓപ്ഷൻസ് ആഡ് ചെയ്ത് കൊടുക്കണം. അതായത് നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള എഡിറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഒരു വിദ്യാർത്ഥിക്ക് മാക്സിമം 20 ഓപ്ഷനുകളാണ് നൽകാൻ സാധിക്കുക. ഇവിടെ ഈ 20 ഓപ്ഷനുകളിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള, അതായത് അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ അഡ്മിഷൻ നേടാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു കോളേജുകളും കോഴ്സുകളും ആയിരിക്കണം നിങ്ങൾ ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കേണ്ടത്. ഇനി വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഈ ഒരു അലോട്ട്മെൻറ്റിൻ്റെ ഈ ഒരു ഷെഡ്യൂൾ എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാമെന്ന് നോക്കാം. MG യൂണിവേഴ്സിറ്റിയുടെ അലോട്ട്മെൻറ്റ് ഷെഡ്യൂൾ നിങ്ങൾക്ക് ഇവിടെ 3 ലൈൻസിൽ കാണാൻ പറ്റുന്ന ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി കോട്ട, കൾച്ചറൽ കോട്ട, സ്പോർട്സ് കോട്ട എന്നിവയിലേക്കുള്ള അപേക്ഷകളും നിങ്ങൾ ഈ ഒരു ലോഗിൻ മുഖാന്തരമാണ് അപേക്ഷിക്കേണ്ടത്. അത് ആദ്യം നിങ്ങൾ ഈ ഒരു സാധാരണ മെറിറ്റ് സീറ്റിലേക്കുള്ള അപേക്ഷ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു ലോഗിൻ ID ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്യുക. അവിടെ തന്നെ നിങ്ങൾക്ക് സ്പോർട്സ്, കമ്മ്യൂണിറ്റി, മെറിറ്റ് സീറ്റ് എന്നിങ്ങനെ പറഞ്ഞു, അതുപോലെ കൾച്ചറൽ കോട്ട എന്നിവയുടെ ആ ഒരു ഓപ്ഷനുകൾ കാണാൻ സാധിക്കുന്നു. അതുവഴി നിങ്ങൾക്ക് ഈ ഒരു സ്പോർട്സ് കോട്ട, കൾച്ചറൽ കോട്ട, കമ്മ്യൂണിറ്റി കോട്ട എന്നിങ്ങനെ വിവിധ കോട്ടകളിലേക്കുള്ള ആ ഒരു ഓപ്ഷനുകൾ നൽകാനും സാധിക്കുന്നതായിരിക്കും. ഇനി വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഈ ഒരു അലോട്ട്മെൻറ്റിൻ്റെ ഷെഡ്യൂൾ നമുക്ക് നോക്കാം. അതായത് ഓരോ അലോട്ട്മെൻറ്റും എപ്പോഴാണ് വരിക, എപ്പോഴാണ് അതിൻ്റെ അഡ്മിഷൻ, എപ്പോഴാണ് ഫീ പേയ്മെൻറ്റ്, എപ്പോഴാണ് എഡിറ്റിംഗ്, ഇതുപോലുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഷെഡ്യൂളിൽ ഉണ്ടാവുക. അപ്പോൾ ഷെഡ്യൂൾ ക്ലിക്ക് ചെയ്യുക. ക്യാപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ക്യാപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് നിങ്ങൾക്ക് അതിൻ്റെ ഈ ഒരു ഷെഡ്യൂളിൻ്റെ PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിലവിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ജൂൺ 7-ാം തീയതി വൈകുന്നേരം 4 മണി വരെയാണ് നിങ്ങളുടെ ഈ ഒരു അപേക്ഷ ഓൺലൈനായിട്ട് സമർപ്പിക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് അല്ലെങ്കിൽ ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് ജൂൺ 12-ാം തീയതിയാണ്. അതുപോലെ നിങ്ങളുടെ ആപ്ലിക്കേഷനിലെ ഡാറ്റ മോഡിഫിക്കേഷൻ, അതുപോലെ തന്നെ എന്ത് തരത്തിലുള്ള ഡാറ്റ മോഡിഫിക്കേഷൻ ആണെങ്കിലും, അതുപോലെ തന്നെ ആപ്ലിക്കൻറ്റിൻ്റെ അതായത് ഓപ്ഷൻസ് നിങ്ങൾക്ക് റീഅറേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ അഡിഷൻ ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ ഒക്കെ സാധിക്കും. അതുപോലെ ആപ്ലിക്കേഷനിലെ ഏതൊരുവിധ ഡാറ്റകളും, അതായത് ഏതൊരു ഡീറ്റെയിൽസും, അതായത് ഏതൊരു വിവരങ്ങളും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അതിനുള്ള അവസരം എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 12/6/2025 to 13/6/2025 എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്.
ഇനി അടുത്തത് ഫസ്റ്റ് അലോട്ട്മെൻ്റ് ആണ്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ജൂലൈ അല്ല ജൂൺ 18-ാം തീയതിയാണ്. അതിനുശേഷം ആ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ നിങ്ങൾ യൂണിവേഴ്സിറ്റിയിലേക്ക് ഫീസ് അടക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഫീസ് അടക്കേണ്ടതായിട്ടുള്ളത് ഈ ഒരു ജൂൺ 18 മുതൽ ജൂൺ 19-ാം തീയതി വൈകുന്നേരം 4 മണി വരെയാണ്. അതുപോലെ തന്നെ അതിനുശേഷം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥി അതായത് ഈ ഒരു അലോട്ട്മെൻറ്റ് ജൂൺ 18-ാം തീയതിയാണ്. അപ്പോൾ ഈ ഒരു ജൂൺ 18-ാം തീയതിക്ക് ശേഷം നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്ത് ജൂൺ 19-ാം തീയതിക്കകം നിങ്ങൾക്ക് കോളേജുകളിൽ നിങ്ങൾക്ക് പെർമനൻറ്റ് അഡ്മിഷൻ നേടാവുന്നതാണ്. ടെമ്പററി അഡ്മിഷൻ നേടുന്നവർക്കുള്ള നിർദ്ദേശങ്ങൾ ആ ഒരു സമയത്ത് നൽകുന്നതായിരിക്കും. അതുപോലെ തന്നെ ഫെസിലിറ്റി ഓപ്ഷൻ മോഡിഫിക്കേഷൻ, അതായത് റീ അറേഞ്ച്മെൻറ്റ് ആൻഡ് ഡിലീഷൻ ഓൺലി. അതായത് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ശേഷം നിങ്ങൾക്ക് ഓപ്ഷൻ റീ അറേഞ്ച് ചെയ്യാനും, അതായത് ഓപ്ഷൻ്റെ സ്ഥാനം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചേഞ്ച് ചെയ്യാനും, അതുപോലെ നിങ്ങൾക്ക് വേണ്ടാത്ത ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാനുള്ള അവസരം. അത് പുതിയ ഓപ്ഷൻ ആഡ് ചെയ്യാൻ പറ്റത്തില്ല, എന്നാൽ റീ അറേഞ്ച് ചെയ്യാം, ഡിലീറ്റും ചെയ്യാം. ഇതിനുള്ള അവസരം ഈ ഒരു ജൂൺ 20-ാം തീയതി വരെയാണ്. സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് ജൂൺ 24-ാം തീയതിയാണ്. അതിനുശേഷം സെക്കൻഡ് അലോട്ട്മെൻറ്റ് ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഫീ പേയ്മെൻറ്റ് ഈ ഒരു ജൂൺ 24 മുതൽ ജൂൺ 25-ാം തീയതി വൈകുന്നേരം 5 മണി വരെയാണ്. അപ്പോൾ ആ ഒരു ടൈമിനുള്ളിൽ തന്നെയാണ് നിങ്ങളുടെ കോളേജിൽ പോയിട്ടുള്ള അഡ്മിഷൻ എടുക്കേണ്ടത്. അതിനുശേഷം തേർഡ് അലോട്ട്മെൻറ്റിന് മുന്നോടിയായിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻ റീ അറേഞ്ച് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനുമുള്ള അവസരം ഒരു ജൂൺ 26-ാം തീയതി വരെയാണ്. അതിനുശേഷം തേർഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് ജൂൺ 28-ാം തീയതിയാണ്. ജൂൺ 28-ാം തീയതിയാണ്. അപ്പോൾ ആ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് ആ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഒരു നിശ്ചിത ഫീസ് ഉണ്ടാകും. അപ്പോൾ ആ ഒരു ഫീസ് അടക്കാനുള്ള ആ ഒരു സമയവും അതുപോലെ തന്നെ ഈ ഒരു കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടാനുള്ള അവസരം, അത് ഫീ പേയ്മെൻറ്റ് ചെയ്ത് അഡ്മിഷൻ നേടാനുള്ള അവസരവും ജൂൺ 28 മുതൽ ജൂൺ 30-ാം തീയതി വരെയാണ്. അതിനുശേഷം നിങ്ങളുടെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് ജൂലൈ 1-ാം തീയതിയാണ്. അതിനുശേഷം SC/ST വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ അത് നടത്തുന്നത് ഈ ഒരു ജൂലൈ 1 മുതൽ ജൂലൈ 3-ാം തീയതി വരെയാണ് അതിനുള്ള അപേക്ഷ ഉണ്ടാവുക. അപ്പോൾ ആ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റിലെ ആദ്യത്തെ അലോട്ട്മെൻറ്റ് SC/ST വിഭാഗക്കാർക്കുള്ളത് ജൂലൈ 5-ാം തീയതിയും അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായിട്ട് ഫീ പേയ്മെൻറ്റ് ചെയ്യുന്നതിനും കോളേജിൽ ജോയിൻ ചെയ്യാനുള്ള അവസരം ഈ ഒരു ജൂലൈ 5 മുതൽ ജൂലൈ 7-ാം തീയതി വൈകുന്നേരം 4 മണി വരെയാണ്. അതിനുശേഷം പിന്നീട് അടുത്ത സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ ഓൺലൈനായിട്ട് രജിസ്ട്രേഷൻ ചെയ്യുന്നതിനായിട്ട് SC/ST വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ജൂലൈ 8 മുതൽ ജൂലൈ 9-ാം തീയതി വരെയാണ്. ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് SC/ST വിദ്യാർത്ഥികൾക്ക് പ്രസിദ്ധീകരിക്കുന്നത് ഈ ഒരു ജൂലൈ 11-ാം തീയതിയാണ്. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്യാനും അഡ്മിഷൻ നേടാനുമുള്ള അവസരം ജൂലൈ 11 മുതൽ ജൂലൈ 14-ാം തീയതി വൈകുന്നേരം 4 മണി വരെയാണ്. അതിനുശേഷം ഈ ഒരു സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത്, അതായത് എല്ലാ വിദ്യാർത്ഥികൾക്കും ഓപ്ഷൻ കൊടുക്കാൻ പറ്റുന്ന ആ ഒരു അലോട്ട്മെൻറ്റിലേക്കുള്ള അപേക്ഷ ആരംഭിക്കുന്നത് ജൂലൈ 15 മുതൽ ജൂലൈ 17-ാം തീയതി വരെയാണ്. സപ്ലിമെൻ്ററി ഘട്ടത്തിലെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് ജൂലൈ 21-ാം തീയതിയും അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്യാനും കോളേജിൽ ജോയിൻ ചെയ്യാനുമുള്ള അവസരം കിട്ടുക ജൂലൈ 21 മുതൽ ജൂലൈ 22 തീയതി വരെയാണ്. അതിനുശേഷം ഓപ്ഷൻ റീ അറേഞ്ച് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യുന്നതിനോ സാധിക്കുന്ന അവസരം ജൂലൈ 23-ാം തീയതി വരെയും. ഓൺലൈനായിട്ടുള്ള ആ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് 2 പ്രസിദ്ധീകരിക്കുന്നത് ഈ ഒരു ജൂലൈ 28-ാം തീയതി വരെയുമാണ്. അതിനുശേഷം ഏകദേശം നിങ്ങൾക്ക് ആ ഒരു സ്പെഷ്യൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ രണ്ടാമത്തെ അലോട്ട്മെൻറ്റ് വന്ന ശേഷം കോളേജിൽ, അതായത് ഈ ഒരു യൂണിവേഴ്സിറ്റി ഫീസ് അടക്കുന്നതിനും അതുപോലെ തന്നെ കോളേജിൽ അഡ്മിഷൻ നേടുന്നതിനുമുള്ള അവസരം എന്ന് പറയുന്നത് ഒരു ജൂലൈ 28 മുതൽ ജൂലൈ 29-ാം തീയതി വൈകുന്നേരം 4 മണി വരെയാണ്. അതുപോലെ തന്നെ ഒരു കോളേജ് ത്രൂ റാങ്ക് ലിസ്റ്റ് വഴി നടത്തുന്ന അലോട്ട്മെൻറ്റിലേക്കുള്ള, അതായത് യൂണിവേഴ്സിറ്റി നടത്തുന്ന അലോട്ട്മെൻറ്റിലേക്ക്, അതായത് യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിലോ അല്ലെങ്കിൽ ഒരു നിശ്ചിത സെൻറ്റേഴ്സുകളിലോ യൂണിവേഴ്സിറ്റി ആ ഒരു അലോട്ട്മെൻറ്റ് നടത്തും. അതായത് ഈ ഒരു റാങ്ക് ലിസ്റ്റ് ബേസിൽ അലോട്ട്മെൻറ്റ് നടത്തുന്നതിൻ്റെ ഓൺലൈൻ രജിസ്ട്രേഷൻ അതുപോലെ ഓപ്ഷൻ രജിസ്ട്രേഷൻ നടക്കുന്നത് ജൂലൈ 30 മുതൽ ജൂലൈ 31-ാം തീയതി വരെയാണ്. അതിനുശേഷം ആ ഒരു യൂണിവേഴ്സിറ്റി നിങ്ങളുടെ ആ ഒരു ലാസ്റ്റ്, അതായത് ആ ഒരു റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് ഓഗസ്റ്റ് 1-ാം തീയതിയും അതിനുശേഷം വിദ്യാർത്ഥികളുടെ കോളേജ് ലെവൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് ഓഗസ്റ്റ് 1 മുതൽ ഓഗസ്റ്റ് 2-ാം തീയതി വരെയും. അതിനുശേഷം അതായത് നിങ്ങൾക്ക് കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കാനായിട്ട് പറ്റുന്നത് ഓഗസ്റ്റ് 1 മുതൽ ഓഗസ്റ്റ് 2 വരെയാണ്. അതുപോലെ നിങ്ങൾക്ക് അടുത്തതായിട്ടുള്ളത് ഫേസ് 2 റാങ്ക് ലിസ്റ്റ് പ്രകാരമുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ അതുപോലെ തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്നതിനുള്ള അവസരം എന്ന് പറയുന്നത് ഓഗസ്റ്റ് 4 മുതൽ ഓഗസ്റ്റ് 5 വരെയാണ്. അതുപോലെ തന്നെ അതിൻ്റെ ആ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് ഓഗസ്റ്റ് 7-ാം തീയതിയും അതുപോലെ ആ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ നടക്കുന്നത് ഓഗസ്റ്റ് 7 മുതൽ ഓഗസ്റ്റ് 8-ാം തീയതി വരെയാണ്. അതിനുശേഷം ഫേസ് 3-ലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ അതുപോലെ ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്തുന്നത് ഓഗസ്റ്റ് 11 മുതൽ ഓഗസ്റ്റ് 12 വരെയും അതിൻ്റെ ആ ഒരു റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് ഓഗസ്റ്റ് 13-നും അതുപോലെ അതിൻ്റെ അഡ്മിഷൻ നേടേണ്ടത് ഓഗസ്റ്റ് 13 മുതൽ 14-ാം തീയതി വരെയുമാണ്. അതിനുശേഷം പിന്നീട് ഓൺലൈൻ രജിസ്ട്രേഷൻ അതുപോലെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫോർ അഡ്മിഷൻ ബൈ, അതായത് ഫേസ് 4 എന്നുള്ള രീതിയിൽ ഒരു അലോട്ട്മെൻറ്റ് നടത്തും. അപ്പോൾ ഓൺലൈൻ ഫോർ നോൺ അഡ്മിറ്റഡ് കാൻഡിഡേറ്റ്, അതായത് ഇതിന് ശേഷം നടത്തുന്ന ഫേസ് 3 എന്ന് പറഞ്ഞുള്ള യൂണിവേഴ്സിറ്റി റാങ്ക് ലിസ്റ്റ് പ്രകാരം നടത്തുന്ന അഡ്മിഷൻ നടത്തുന്നത് ആ ഒരു
അതുവരെ അലോട്ട്മെൻറ്റ് ലഭിച്ച അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികൾക്കാണ് അവർക്കുള്ള ആ ഒരു രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഓഗസ്റ്റ് 16 മുതൽ ഓഗസ്റ്റ് 18 തീയതി വരെയും അതുപോലെ അവരുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് ഓഗസ്റ്റ് 19-നും അതുപോലെ വിദ്യാർത്ഥികൾ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് 19 മുതൽ ഓഗസ്റ്റ് 20 വരെയാണ്. അതിനുശേഷം നിങ്ങളുടെ അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നത് ഓഗസ്റ്റ് 20 തീയതിയാണ്. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ അപേക്ഷയുടെ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോയിൽ അതായത് നിങ്ങൾ പറഞ്ഞ പ്രകാരം ഇതുവരെ അപേക്ഷ സമർപ്പിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം 4 മണിക്കകം അപേക്ഷ സമർപ്പിക്കുക. +2 സേ പരീക്ഷ മാത്രം എഴുതുന്ന വിദ്യാർത്ഥികൾ ആണെങ്കിൽ സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ചില അലോട്ട്മെൻറ്റ് ഘട്ടങ്ങളിൽ അത് തേർഡ് അലോട്ട്മെൻറ്റ് സമയത്തൊക്കെ വീണ്ടും രജിസ്ട്രേഷൻ ചെയ്യാനൊക്കെ അവസരം നൽകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.